Hi students, welcome back to our science class. Today we will study the remaining part of 14th chapter, water. And the topics are back to the oceans, what if it rains heavily, how can we conserve water, and rainwater harvesting. Okay, so let us learn them in detail. Back to the oceans. What happens to the water that rain and snow bring to different regions of earth? അതായത് most of the water that falls on the land as rain and snow sooner or later goes back to the oceans. This happens in many ways. അതായത് മഴയായിട്ട് പെയ്യുന്ന ഓരോ വെള്ളവും എങ്ങോട്ടാണ് പോകുന്നത്? അത് ഓഷ്യനിലേക്കാണ് പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ വാട്ടർ ദാറ്റ് ഫോൾസ് ഓൺ ദ ലാൻഡ് ആസ് റെയിൻ ആൻഡ് സ്നോ സൂണർ ഓർ ലേറ്റർ goes back to oceans. This happens in many ways. Okay. Snow in the mountains melt into water. നമുക്കറിയാം സ്നോ മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറുന്നു. This water flows down the mountains in the form of streams and rivers. Okay. അതായത് സ്നോ മെൽറ്റ് ചെയ്ത് വരുന്ന വാട്ടർ അത് സ്ട്രീംസിലോട്ടും റിവേഴ്സിലോട്ടുമാണ് എത്തിച്ചേരുന്നത്. സം ഓഫ് ദ വാട്ടർ ദാറ്റ് ഫോൾസ് ഓൺ ദ ലാൻഡ് ആസ് റെയിൻസ്. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ റിവർ കവർ ലോങ് ഡിസ്റ്റൻസ് ഓൺ ലാൻഡ് and ultimately fall into a sea or oceans. However, water of some rivers flows into lakes. A part of the rainwater goes absorbed by the ground and seems to disappear in soil. അതായത് റെയിൻ വാട്ടർ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് സീംസ് ടു ഡിസപ്പിയർ ഇൻ സോയിൽ. എന്നിട്ട് അത് സോയിലിൽ ഡിസപ്പിയർ ആവും. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, മഴ പെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് ഈ വെള്ളം ഡിസപ്പിയർ ആകുന്നത്. സം ഓഫ് ദിസ് വാട്ടർ ഈസ് ബ്രോഡ് ബാക്ക് ടു ദ എയർ ബൈ ദ പ്രോസസ് ഓഫ് ഇവാപറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ. ഓക്കെ. എങ്ങനെയാണ് ഈ വാട്ടർ നഷ്ടമാകുന്നത്? അത് ഇവാപറേഷനിലൂടെയും ട്രാൻസ്പിറേഷനിലൂടെയാണ് നഷ്ടമാകുന്നത്. The rest seeps into the ground. Most of this water become available to us as ground water. അതായത് ഈ ഡിസപ്പിയർ ആകുന്ന ഓരോ വെള്ളവും ഗ്രൗണ്ട് വാട്ടറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. We now know that water brought back to the surface of the earth by rain. അതായത് ഈ വാട്ടർ ഓഷ്യനിലും റിവറിലും ഉള്ള വാട്ടർ ഇവാപറേഷനിലൂടെ വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. ആ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ ചെല്ലുന്നു. അറ്റ്മോസ്ഫിയറിൽ ചെന്ന് ക്ലൗഡ്സിൽ രൂപം കൊള്ളുന്നു. ആ ക്ലൗഡ്സ് ആണ് പിന്നീട് തണുത്ത് മഴയായിട്ട് വരുന്നത്, അല്ലേ? We know that water brought back to the surface of the earth by rain, hail or snow goes back to oceans. Thus, water from the oceans and the surface of the earth goes into air as vapor, returns as rain, hail or snow, and finally goes back to the oceans. The circulation of water in this manner is known as water cycle. വാട്ടറിൻ്റെ ഈ ഒരു സർക്കുലേഷൻ ഫോമിനാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. This circulation of water between ocean and land is a continuous process. അതായത് ഈ വാട്ടറിൻ്റെ സർക്കുലേഷൻ ഓഷ്യനിലും ലാൻഡിനും ിലൂടെയുള്ള ഈ വാട്ടറിൻ്റെ ഈ ഒരു സർക്കുലേഷനാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ദ സർക്കുലേഷൻ ഓഫ് വാട്ടർ ബിറ്റ്വീൻ ഓഷ്യൻ ആൻഡ് ലാൻഡ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദിസ് മെയിൻറ്റെയിൻസ് ദ സപ്ലൈ ഓഫ് വാട്ടർ ഓൺ ലാൻഡ്. ഓക്കെ. വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ഹെവിലി? അതായത് മഴ കൂടിയാൽ എന്ത് സംഭവിക്കും? In some parts of the world, it rains throughout the year
while there are places where it rains only for a few days. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ നിരന്തരമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കും. In our country, most of the rainfall occurs during monsoon season. നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൺസൂൺ സീസണിലാണ്. ഓക്കെ, റെയിൻസ് ബ്രിങ് റിലീഫ് എക്സ്പെഷ്യലി ആഫ്റ്റർ ഹോട്ട് സമ്മർ ഡേയ്സ്. അതായത് നമുക്ക് ഈ സമ്മർ ഡേയ്സിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുന്നത് മൺസൂൺ സീസൺ എത്തുന്നതോട് കൂടിയാണ്. The sowing of many crops depends on the arrival of monsoon. അതായത് ഓരോ വിളകളും അത് വിതയ്ക്കുന്നത് ഈ മൺസൂണിനെ അനുസരിച്ചാണ്. However, the excess of rainfall may lead to many problems. അതായത് മഴ കൂടിയാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. Rains may lead to rise in the level of water in rivers, lakes and ponds. അതായത് റിവേഴ്സിലും ലേക്സിലും ഉള്ള വാട്ടർ ലെവല് കൂടുന്നതിന് കാരണമാകുന്നു. The water may then spread over large areas causing floods. ഈ വാട്ടർ ഇങ്ങനെ ലാർജ് ഏരിയ കവർ ചെയ്യുമ്പോഴത്തേനാണ് ഫ്ലഡ് ഉണ്ടാകുന്നത്. വെള്ളപ്പൊക്കം. The crop fields, forests, villages and cities may get submerged by water. അതായത് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ക്രോപ്പ് ഫീൽഡ് ആയാലും ഫോറസ്റ്റ് ആയാലും വില്ലേജ്, സിറ്റീസ് ഇതെല്ലാം വെള്ളത്തിനടിയിലായി പോകും. ഫ്ലഡ്സ് കോസ് എക്സ്റ്റെൻസീവ് ഡാമേജ് ടു ക്രോപ്സ്. ക്രോപ്സിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്നു. ഡൊമസ്റ്റിക് ആനിമൽസ്, പ്രോപ്പർട്ടി ആൻഡ് ഹ്യൂമൻ ലൈഫ് ഇതിനെ എല്ലാം ദോഷകരമായിട്ട് ഫ്ലഡ് ബാധിക്കും. വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് റെയിൻസ് ഫോർ എ ലോങ് പീരീഡ്? ഇനിയും എന്താണ് സംഭവിക്കുക? കുറേ നാളത്തേക്ക് മഴയെ പെയ്യുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? The soil continues to lose water by evaporation and transpiration. നമ്മുടെ സോയിലുള്ള വാട്ടർ ഇവാപ്പറേഷനിലൂടെയും ട്രാൻസ്പിറേഷനിലൂടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിൻസ് ഇറ്റ് ഈസ് നോട്ട് ബീങ് ബ്രോട്ട് ബാക്ക് ബൈ റെയിൻ, ദ സോയിൽ ബിക്കം ഡ്രൈ. ഈ ഇവാപ്പറേഷനിലൂടെയും ട്രാൻസ്പിറേഷനിലൂടെയും നഷ്ടപ്പെടുന്ന വാട്ടർ അത് തിരിച്ച് റെയിനായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ സോയിൽ ഡ്രൈ ആകും. The level of water in ponds and wells of the regions goes down and some of them may even dry up. അതായത് വാട്ടർ ലെവൽ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ സോയിൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. The groundwater may also become scarce. This may lead to drought. ഗ്രൗണ്ട് വാട്ടറിന് ക്ഷാമം ഉണ്ടാകും അല്ലേ? മഴ പെയ്യാതിരുന്നാൽ ഗ്രൗണ്ട് വാട്ടറിന് ക്ഷാമം ഉണ്ടാകുന്നു. അത് ഡ്രോട്ടിന് കാരണമാകും, വരൾച്ചയ്ക്ക് കാരണമാകുന്നു. In drought conditions, it is difficult to get food and water. Okay. Next is, how can we conserve water? നമുക്ക് എങ്ങനെയാണ് വാട്ടർ കൺസർവ് ചെയ്യാൻ പറ്റുന്നത്? Only a small fraction of water available on the earth is fit for use of plants, animals and humans. അതായത് നമുക്കറിയാം നമ്മുടെ ഈ എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ പ്ലാന്റ്സിനും ആനിമൽസിനും ഹ്യൂമൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഇൻ ദ ഓഷ്യൻസ് ആൻഡ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഡയറക്റ്റ്ലി. നമുക്കറിയാം വാട്ടറിൻ്റെ കൂടുതൽ ഭാഗം ഓഷ്യനിലാണ്, പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മോസ്റ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഇൻ ദ ഓഷ്യൻസ് ആൻഡ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഡയറക്റ്റ്ലി. നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വെൻ ദ ലെവൽ ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസസ് ഡ്രാസ്റ്റിക്കലി, ദിസ് കനോട്ട് ബി യൂസ്ഡ് ബൈ എനിമോർ. The total amount of water on earth remains the same, but the water available for use is very limited and is decreasing with the over usage. നമ്മുടെ യൂസേജ് കൂടുന്നതിനനുസരിച്ച് വാട്ടർ കുറഞ്ഞു വരികയാണ്. ഓക്കെ, എങ്ങനെയൊക്കെ വാട്ടർ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം? അതിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. One way of increasing the availability of water is to collect rainwater and store it for later use. Collecting rainwater is this way is called the rainwater harvesting.
റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മഴവെള്ള സംഭരണിയൊക്കെ. നമ്മൾ റെയിൻ വാട്ടർ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. The basic idea behind rainwater harvesting is catch water where it falls. Okay. Rainwater harvesting inde basic idea എന്ന് പറയുന്നത് catch water where it falls. Okay. Here two techniques of rainwater harvesting are discussed. First one is rooftop rainwater harvesting. In this system, the rainwater is collected from the rooftop to a storage tank. അതായത് നമ്മുടെ റൂഫിൽ, വീടിൻ്റെയൊക്കെ റൂഫിൽ നിന്ന് വീഴുന്ന വെള്ളം നമ്മളൊരു സ്റ്റോറേജ് ടാങ്കിൽ കളക്ട് ചെയ്യുക. എങ്ങനെയാണ്? പൈപ്പിലൂടെ കളക്ട് ചെയ്യുക. ദിസ് വാട്ടർ മേ കണ്ടെയ്ൻ സോയിൽ ഫ്രം ദ റൂഫ് ആൻഡ് നീഡ് ഫിൽറ്ററിങ്. അതായത് നമ്മുടെ റൂഫിലുള്ള പൊടിപടലങ്ങളും എല്ലാം ഈ വെള്ളത്തിൽ കാണും. അതുകൊണ്ട് തന്നെ ഇത് ഫിൽറ്റർ ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫിൽറ്റർ ചെയ്ത് വേണം ഈ വെള്ളം ഉപയോഗിക്കാൻ. ഇൻസ്റ്റെഡ് ഓഫ് കളക്ടിങ് റെയിൻ വാട്ടർ ഇൻ ദ ടാങ്ക്, ദ പൈപ്സ് ക്യാൻ ഗോ ഡയറക്ട്ലി ഇൻ ടു എ പിറ്റ് ഇൻ ദ ഗ്രൗണ്ട്. ദിസ് ദെൻ സീവ്സ് ഇൻ ടു ദ സോയിൽ ടു റീചാർജ് ഓർ റീഫിൽ ദ ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ. Another option is to allow water to go into the ground directly. അതായത് ഗ്രൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ പോവുക. From the roadside, the drains that collect rain water. Okay, this is the second technique. So these are all today's topic. You study well. We will meet in the next class. Thank you.